സിപിഎമ്മിന്റെ സംഘടനാ ദൗർബല്യങ്ങൾ മറികടക്കുന്നതിനൊപ്പം നേതൃതലത്തിൽ വലിയ മാറ്റങ്ങൾക്കും വേദിയാണ് സംസ്ഥാന സമ്മേളനം. 75 വയസ്സ് പൂർത്തിയായ എ.കെ. ബാലൻ, പി.കെ. ശ്രീമതി, ആനാവൂർ നാഗപ്പൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകുമ്പോൾ 75ലേക്ക് എത്തുന്ന ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റിൽ തുടരുമോ എന്നതും ആകാംക്ഷയാണ്. സംസ്ഥാന സെക്രട്ടറിയായി എം.വി. ഗോവിന്ദൻ തന്നെ തുടരാനാണ് സാധ്യത. എങ്കിലും എതിർനീക്കങ്ങളും തള്ളിക്കളയാനാകില്ല. നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 75 വയസ്സ് കഴിഞ്ഞത് 3 പേർക്ക്. എ.കെ. ബാലൻ, പി.കെ. ശ്രീമതി, ആനാവൂർ നാഗപ്പൻ മൂവരും ഈ സമ്മേളനത്തോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടും. എന്നാൽ മേയിലാണ് ഇ.പി. ജയരാജന് 75 വയസ്സ് തികയുക. ഇ.പിക്ക് പ്രായപരിധി ബാധകമാകുമോ എന്നതാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആകാംക്ഷ. എറണാകുളം സമ്മേളനത്തിൽ 8 പുതുമുഖങ്ങളാണ് സെക്രട്ടേറിയറ്റിലെത്തിയത്. അതേ രീതി തുടർന്നാൽ ഇ.പി. ജയരാജനും LDF കൺവീനർ ടി.പി. രാമകൃഷ്ണനും ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുടരാനാകില്ല. ടി.പി. രാമകൃഷ്ണന് ജൂണിലാണ് 75 വയസ്സാകുന്നത്. സമ്മേളന കാലത്ത് 75 എന്നതിന്റെ പേരിൽ ഇളവ് ലഭിച്ചാൽ ഇ.പിക്കും ടി.പി. രാമകൃഷ്ണനും തുടരാനാകും. 75 പിന്നിട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ പാർട്ടി ഘടകങ്ങളിൽ തുടരും. പൊളിറ്റ് ബ്യൂറോയിൽ തുടരാൻ കഴിയുമോ എന്നത് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ തീരുമാനമാകൂ. രാഷ്ട്രീയമായും ഭരണപരമായും പല വിഷയങ്ങളിൽ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സമ്മേളനം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ PV അൻവറിന്റെ ആരോപണങ്ങളും മുതൽ മദ്യശാല നിർമ്മാണത്തിലും കിഫ്ബി ടോൾ പിരിവിലും വരെ എത്തി നിൽക്കുന്ന CPMന്റെ നയമാറ്റവും സമ്മേളനത്തിൽ ചർച്ചയാകും. പാർലമെന്ററി വ്യാമോഹവും പാർട്ടി സ്ഥാനങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ടില്ലെന്ന് സമ്മതിക്കുന്ന പാർട്ടി ഈ ദൗർബല്യങ്ങളെ മറികടന്ന് കരുത്തു നേടാനാണ് സമ്മേളനങ്ങളിലൂടെ ശ്രമിക്കുന്നത്. പാർട്ടിയിലും സർക്കാരിലും ശക്തി കേന്ദ്രമായി നിൽക്കുന്ന പിണറായി വിജയനാണ് CPMന്റെ ഇപ്പോഴത്തെയും അവസാന വാക്ക്. ആ വാക്ക് ആരെയൊക്കെ തളർത്തും, ആരെയൊക്കെ വളർത്തും എന്നതിനും ഉത്തരമുണ്ട് ഈ സമ്മേളനത്തിൽ. A.K. സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.